ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മീനച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാവക്കാട് ബീച്ചിലേക്ക് മീൻ വാങ്ങിക്കാൻ പോണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും പിന്നെ നമ്മുടെ വീട്ടിലത്തെ വിശേഷം കുറച്ച് കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മീനച്ചാറും കൂടി ഇന്ന് ഇട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു 10 ദിവസത്തിനകം തരാൻ പറ്റും കേട്ടോ. എനിക്ക് ഏകദേശം എന്താ പറയുക, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് വാങ്ങിക്കാൻ പോകാനായിട്ട്. അറിയാത്ത സ്ഥലമാണ്. ചേട്ടന് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒപ്പം നിൽക്കണ കാരണം എനിക്ക് അത് എൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും ആൾക്കത് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഒന്നും കഴിക്കാണ്ടാണ് നേരം വെളുത്തപ്പോൾ അപ്പം തന്നെ സൺഡേയിലാണ് കുളിച്ചും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കി. പക്ഷേ എല്ലായിടത്തും പൊറോട്ടയാണ് കേട്ടോ. രാവിലെ തന്നെ പൊറോട്ട എനിക്ക് അത്ര വേണ്ട. ചേട്ടൻ ഒരു പൊറോട്ട വെറുതെ കടിച്ച് കഴിച്ചു. ഞാനൊരു ചായ കൂടിയും കുടിച്ച് അങ്ങനെ ചാവക്കാട് ബീച്ച് കടപ്പുറം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, അവിടെ മീനൊക്കെ ഉണ്ട്. രാവിലെ തന്നെ പോണെങ്കിൽ ലേലം വിളിച്ച് എടുക്കാനൊന്നും നമുക്ക് അതിനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത്യാവശ്യം റേറ്റ് കുറവിനൊക്കെ കിട്ടി. തൃശ്ശൂർ മാർക്കറ്റിനേക്കാളും ചേട്ടൻ ഒരു ദിവസം തൃശ്ശൂർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടത്തേക്കാളും കുറച്ചും കൂടി കുറവിന് അവിടെ നമുക്ക് കിട്ടിയിട്ടാണ്. ചൂരയാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോയത്. അവിടെ എല്ലാ തരം മീനുകളും ഇരിപ്പുണ്ട്. ഇവിടത്തേക്കാളും ഓരോ കിലോനൊക്കെ 10-40 രൂപയൊക്കെ വ്യത്യാസം ഉണ്ട് കേട്ടോ. അങ്ങനെ തൂക്കം പിടിച്ചും കണ്ടിട്ട് നുറുക്കാണ് കേട്ടോ. ഒരു ചേട്ടൻ നന്നാക്കി തന്നാലാണ് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ കത്തികളൊന്നുമില്ല. പിന്നെ അപ്പോൾ ഒരാൾ പറഞ്ഞു അത് കൊടുതയെന്ന് പറഞ്ഞു അപ്പുറത്തെ ആൾക്കാർ. അപ്പോൾ ലാസ്റ്റ് ആ നന്നാക്കണ ചേട്ടനോട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് വെള്ളച്ചൂര തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ഒന്ന് വറുത്ത് ഇത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഉറപ്പായി അത് ചൂര തന്നെയാണെന്ന്. നമുക്കങ്ങനെ അവർ കൺഫ്യൂഷനാക്കുമ്പോൾ ഒരു പേടിയാണ്. അത് ഒരാൾക്ക് കച്ചവടം കിട്ടും, മറ്റേ ആൾക്കുള്ള കുശുമ്പോണ്ടാന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമുക്കവിടെ കുറച്ച് നേരം ഒരു ടെൻഷനായിപ്പോയി പെട്ടെന്ന്. ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞു പറ്റിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ അതിൻ്റെ പുറത്തെ ലൈനൊക്കെ നോക്കി അറിയുന്ന ചേട്ടൻ പറഞ്ഞു. പക്ഷേ ചേട്ടൻ അവിടെ വെച്ച് ഒരു പിടിയില്ലാണ്ടായി. അങ്ങനെ ആ ബീച്ചിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. ചെന്ന പടം മീൻ വാങ്ങിക്കാൻ പോയി. മീൻ വാങ്ങിച്ചിട്ട് പിന്നെ നുറുക്കാൻ നിന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ പോകണത് ശരിയല്ലല്ലോ. അത് കാരണം കൊണ്ട് പോയില്ല. ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ, ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി അച്ചാറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഇനിയും പോവാമല്ലോ വാങ്ങിക്കാനായിട്ട്. അതിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അച്ചാർ ഒരു 1/2 കിലോ ഉണ്ടായിരുന്നു. ചേട്ടൻ മുന്നേ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കുട്ടി ഇവിടെയാണ് ജോലി ചെയ്യുന്നത് കേട്ടോ ഇപ്പം. അപ്പോൾ അവിടെ കയറി ഒരു ബേക്കറിയാണ്. അപ്പോൾ അവിടെ കയറി അച്ചാർ കൊടുത്തു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. അവിടെ നിന്ന് ആ കുട്ടീന്ന് 3-4 പപ്സും ഒക്കെ തന്നയച്ചു കേട്ടോ. അങ്ങനെ ഇതാണ് ബേക്കറി കേട്ടോ. ചാവക്കാട് അരിമ്പൂരാന്ന് തോന്നുന്നു ഈ ഒരു ബേക്കറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് പോന്നു. പിന്നെ നമ്മുടെ ഭരണി വാങ്ങിക്കണ ചേച്ചിയുടെ അടുത്തേക്ക് പോന്നു. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കണം. ഫ്ലിപ്കാർട്ടിനേക്കാളും തൃശ്ശൂർ ഇപ്പോൾ ഹൈ റോഡിലൊക്കെ വില കുറവാണെന്ന് പറഞ്ഞാൽ അവിടത്തേക്കാളും ഒക്കെ റേറ്റ് കുറവാണ് ഇവിടെ. നമ്മുടെ ലുലു മാളിൻ്റെ മുന്നിൽ, അതായത് ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലാണ് ഇത് കാണിക്കുന്നത്, കുട്ടനല്ലൂർ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭരണിയൊക്കെ ഭരണി വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൂടാ. വേറൊരു ഭരണി ഞങ്ങൾക്ക് പഴയത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മൂടി ചോദിച്ചാൽ മൂടി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യം തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളന്ന് മനസ്സിലായപ്പോൾ ആൾ മൂടി എടുത്തു തന്നു. അപ്പം ഞാൻ പിന്നെ ഈ ഒരു ജാറും കൂടി വാങ്ങിച്ചു കേട്ടോ. എന്താ വെച്ചാൽ നമ്മളൊന്നും വാങ്ങിക്കാണ്ട് മൂടി മാത്രം വാങ്ങിച്ചു വന്ന് ഫസ്റ്റ് കച്ചവടമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ എനിക്കതൊരു വിഷമമായിട്ട് തോന്നി. അങ്ങനെ ആ ഒരു ജാറും കൂടി വാങ്ങിച്ചു. പിന്നെ അതിൽ പലിഞ്ഞീനൊക്കെ ആദ്യം വറുത്തെടുത്തു. പിന്നെ മീനച്ചാർ എടുത്തു. മീനച്ചാറിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കണില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. നമ്മൾക്ക് അങ്ങനെ കറക്റ്റായിട്ടൊരു അളവ് പറയാനായിട്ട് പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ, കുറച്ച് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് പറയാൻ പറ്റും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോന്നിൻ്റെ അളവ് തീരുമാനിക്കുന്നത് കേട്ടോ. ഇട്ട് നോക്കിയിട്ട് അപ്പോൾ അതാ നാരങ്ങയും ഇന്ന് 10 കിലോന് ഇടുന്നുണ്ട്. അപ്പോൾ അതും വഴറ്റിങ്ങാണ്ട് തുടച്ച് വെച്ചു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വന്നപ്പോൾ എന്നെ ഒരു ഇത്തിരി അച്ചാറ് കൂട്ടി കണ്ടിട്ട് ഇത്തിരി ചോറുണ്ടു. പിന്നെ പലിഞ്ഞീനും ഇതൊക്കെ ഒന്ന് വറുത്ത് കഴിച്ചു കേട്ടോ. ആ പപ്സ് കഴിച്ച് പിന്നെ അങ്ങനെ ഇരുന്നു. ഉച്ചക്കലത്തെ ചോറൊന്നും അങ്ങനെ കഴിച്ചില്ല, ആരും കഴിച്ചില്ല. ബീഫ് പോരുമ്പോൾ നല്ല ബീഫ് കണ്ടിട്ട് ഒരു 1/2 കിലോ മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ വലിയ അടുപ്പിൽ തന്നെ വെച്ച് കണ്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തു. പിന്നാലെ നമ്മുടെ ഈ മീനിൻ്റെ വാലും തലയും മുള്ളും അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കണ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും പച്ചമുളകും കൂടി നന്നായിട്ട് മൊരിക്കണ പോലെ എടുത്തു. പിന്നെ അതിലേക്ക് മുളക് പൊടി കേട്ടോ. മുളക് പൊടി കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ. എന്താ വെച്ചാൽ ആദ്യത്തേന് ഒന്നാമത്തേൽ വായിൽ പോളാണ്. അപ്പോൾ എരിവ് കൂടുതലായി പറ്റില്ല.
പിന്നെ ഇതിൽ മല്ലിപ്പൊടി അങ്ങനെ ഒന്നും എടുത്തില്ല എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നമുക്കിതെന്തായാലും തീരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മല്ലിപ്പൊടി വേറെ ഒന്നും ഇട്ടില്ല. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പിന്നെ കുടംപുളി ഇതിൽ കൂടുതൽ തന്നെ എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒഴിക്കാമല്ലോ. പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ കുടംപുളി തിളപ്പിച്ച വെള്ളം മാത്രം ഒഴിക്കണമെങ്കിൽ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഇത്തിരി കൂടുതൽ കുടംപുളി വേണം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തില്ല. ഇങ്ങനെ തന്നെ കുടംപുളി അതിലേക്ക് ഇടാൻ ചെയ്ത് പിറ്റേ ദിവസം അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്നും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. പാകത്തിനുള്ള ഉപ്പിട്ടു. പിന്നെ ഒരു ഇത്തിരി ഉലുവേരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉലുവേരപ്പൊടി ഇടുമ്പോഴാണ് ഇതിനൊരു കുറേയല്ല, ഒരു 1/2 ടീസ്പൂൺ, ഇത്രയ്ക്ക് കൂടുതലുണ്ടാക്കിയതിന് ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് തന്നെ ഇത്തിരി ഉലുവ പൊട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. ഇത്തിരി ഉലുവേര പൗഡർ ഇങ്ങനെ ഇടാറ് പതിവ് കേട്ടോ. അത് നന്നായിട്ട് തിളച്ചു. ഇനി നമ്മുടെ വാലും തലയും മുള്ളൊക്കെ അതിൽ അത്യാവശ്യം മാംസമുണ്ട്. പക്ഷേ നമുക്ക് സമയം വേണം ഇതിരുന്ന് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെക്കാളും നന്നായിട്ട് പതുക്കെ ഇരുന്ന് കഴിക്കുക. ചാറ് പക്ഷേ നല്ല അടിപൊളിയായിരുന്നു. സിമ്പിളായിട്ട് വയ്ക്കുമ്പോഴാണ് എപ്പോഴും കറികൾ കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ. നമ്മൾ കുറേ അത് ഇതൊക്കെ ഒഴിച്ചുണ്ടാക്കും, സോസും കണ്ടിങ് അതൊക്കെ ഒഴിച്ചുണ്ടാക്കണേക്കാളും എപ്പോഴും സിമ്പിളായിട്ട്, മീൻകറിയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, സോസ് ഒഴിക്കാമെന്ന് സിമ്പിളായിട്ട് വെക്കുമ്പോഴാണ് കുറച്ചും കൂടി കറികൾക്കൊക്കെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ ഇട്ട് തിളപ്പിച്ച് കുറച്ചധികം നേരം ഒന്ന് തിളപ്പിച്ചെടുത്ത് നന്നായിട്ട് വേവേണ്ട. ചില കഷ്ണങ്ങളൊക്കെ നല്ല തലഭാഗമൊക്കെ അല്ലേ, നല്ല നന്നായിട്ട് വെന്തോട്ടെ എന്ന് വിചാരിച്ചു. അവസാനം വീണ്ടും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിങ്ങാണ്ട് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും ഞങ്ങൾക്കിത്. പിന്നെ ഞാൻ ബീഫ് വെറുതെ കാച്ചിയെടുത്തു. അപ്പോഴേക്കും സേവട്ടം വന്നു. ഫുഡ് കഴിക്കാൻ 5 മണി ആയി കേട്ടോ. ഇപ്പോൾ ഈ അച്ചാറിടലും ഇത് വഴറ്റലും ഇത് വാങ്ങിച്ച് വരലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 5 മണിയായിട്ടുണ്ട്. മുറ്റത്തൊന്നും ഒരു ജോലിയും ചെയ്യാനായിട്ട് ഇന്ന് പറ്റിയില്ല. തലേദിവസം തന്നെ ഞാൻ അടിച്ചു വാരലും എന്താ പറയുക ബാത്റൂം കഴുകലും അതുപോലെ തന്നെ തുണികൾ കഴുകലും അങ്ങനെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം സൺഡേയിൽ നമ്മൾ ഈ ഒരു ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അതിനൊന്നും സമയം കിട്ടില്ല എന്ന്. അത് കാരണം കൂടെ ഒക്കെ തലേദിവസം കഴിച്ചു. അത് കാരണം നല്ല സമാധാനത്തിൽ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ അവിടെ കിടന്നിട്ട് ഇതിന് ഇരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. എന്താ ചെയ്യുക, ചില നേരത്തെ എൻ്റെ സ്വഭാവം അങ്ങനത്തെയാണ്. പിന്നെ അതിലേക്ക് ബീഫിലേക്കാണ് കേട്ടോ നമ്മളിത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് മൂപ്പിച്ച് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാതും ഇട്ട് മൂപ്പിച്ചെടുത്തു. അതിനിടയ്ക്ക് മീനൊന്ന് കാട്ടിയതാണ് കേട്ടോ. അതിലേക്ക് ഒരു സവോളയും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തു. അതൊന്ന് മൂടി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. മസാലപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ബീഫും കൂടി അതിലേക്ക് അങ്ങോട്ട് തട്ടി പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് എന്നുവെച്ചാൽ അതൊക്കെ ഒന്ന് മുളകും ഇതൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കുന്നു. അടിപൊളി ബീഫായിരുന്നു കേട്ടോ. നമ്മളിവിടെ വാങ്ങിക്കുമ്പോൾ ഇത്ര നല്ലത് കിട്ടാറില്ല. ഇത് ശരിക്കും നമുക്ക് അവിടെ നിന്ന് കണ്ടാൽ തന്നെ അറിയാം. നല്ല ചള്ള ബീഫ് 4 വിസിലൊക്കെ അടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്തും അടിപൊളി ബീഫായിരുന്നു. അത് കൂട്ടി പിന്നെ എല്ലാവരും കൂടി വേഗം പോയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. നല്ല വിശപ്പായി. 5-5:30 ആയല്ലോ സമയം. അപ്പം നല്ല വിശപ്പായി. പിള്ളേരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ മാത്രം അതിനിടയ്ക്ക് ഫുഡ് കഴിച്ചു. സൈവൂട്ടൻ കഴിച്ചില്ല. അവൻ ഇത്തിരി നന്നായിട്ട് ഫുഡൊക്കെ വേണം. അപ്പം ഞാനിതൊക്കെ ആയി കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു. അപ്പോൾ അതാ കോടി വന്നു. ചേട്ടാ ആവശ്യത്തിനെടുത്ത് കഴിച്ചത് നീങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ പിള്ളേരും വേഗം ചോറൊക്കെ എടുത്ത് വിളമ്പി. ആദ്യത്തെ പിന്നെ കാര്യമായിട്ട് കഴിച്ചില്ല. ഇത്തിരി ബീഫ് എടുത്തുകൊണ്ട് കഴിച്ചുള്ളൂ. അവൻ ചോറുണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ പിന്നെ നന്നായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. ചേട്ടൻ ദേ അവിടെ കൊണ്ടുപോയി കഴിച്ചു. പിന്നെ ഞാനും കഴിച്ചു കേട്ടോ. നമ്മുടെ ഈ കപ്പുണ്ടല്ലോ, കപ്പിന് ചേർച്ചയുണ്ട് കേട്ടോ ഈ ജഗ്. പിന്നെ ഞാനവിടെ പോയി ഒരു 1/2 മണിക്കൂർ അങ്ങനെ അവിടെ കിടന്നു. ചേട്ടനും ഒരു 1/2 മണിക്കൂർ കിടന്നു. ചേട്ടനെ ചെടി നനയ്ക്കാൻ പോയേക്കുന്നതാണ് കേട്ടോ. ഇരുട്ടാണ്, അത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോ എടുത്ത് പിടിച്ചില്ല. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഞാനും കൂടി വന്നിട്ട് ചെടി നനയ്ക്കാൻ എനിക്ക് വീഡിയോ എടുക്കണം പിന്നെ മുറ്റടിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മുറ്റടിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം രാവിലെ മുറ്റടിക്കാമല്ലോ, എപ്പോഴും വേണമെങ്കിലും അടിക്കാമല്ലോ അല്ലേ, അങ്ങനെ വിചാരിച്ചു. അത്ര വലിയ ഇരുട്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ക്യാമറയിൽ അത്യാവശ്യം ഇരുട്ട് കാണിക്കുമ്പോൾ കണ്ടില്ല, അത്യാവശ്യം വെളിച്ചം. ഇപ്പോൾ ഒരു 6:30-6:45 ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി തന്നെ ഞാൻ പിന്നെ കുറച്ച് ആ മീൻകറി എടുത്ത് കഴിച്ചു കേട്ടോ. ഞാൻ ചോറിൻ്റെ ഒപ്പം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാരങ്ങ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അരിഞ്ഞ് വെച്ചു. എന്താ വെച്ചാൽ ഇന്ന് തന്നെ അത് അച്ചാറിടായിരുന്നതിൻ്റെ കാരണം നമ്മുടെ ഉരുളിയിൽ മീൻ അച്ചാർ ഇരിക്കുകയാണ്. അത് ചൂടാറിയതിന് ശേഷമാണ് ഭരണിലേക്ക് വയ്ക്കുക. ഞാനപ്പോൾ അത് ഒരു മൂടി കൊണ്ട് മൂടും. പിന്നെ എന്തെങ്കിലും ആ മൂടി ഞാൻ ശരിക്കും എത്തില്ല, എന്തെങ്കിലും കയറിയാലോ ഒന്ന് പേടിച്ചിട്ട് നമ്മുടെ നല്ല വൈറ്റ് തുണിയില്ലേ, കോട്ടൺ മുണ്ട്, അത് കീറിയിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടി വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഭരണിയിലേക്ക് ആക്കുള്ളൂ.
അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ആ ഉരുളി ഇല്ലാത്തത് കൊണ്ട് പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെയാണ് അച്ചാറിടാൻ പറ്റുക. അത് പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രം വലുതുണ്ട്, അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ അതിൽ തന്നെ അച്ചാർ വയ്ക്കുമ്പോൾ അത് അത്ര സുഖമില്ലല്ലോ, അച്ചാർ ഇടണമെന്ന് നോൺ സ്റ്റിക്ക് പാത്രം അത്ര നല്ലതല്ല. അപ്പോൾ അത് കാരണം അപ്പോൾ ഞാൻ ഇത് മൂടി വെച്ചപ്പോൾ ആ വേർപ്പ് തിരിച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൈറ്റ് തുണിയുടെ കുറച്ച് എടുത്തുകൊണ്ട് വന്ന്, ടിഷ്യൂ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. വെച്ചാൽ പെട്ടെന്ന് ഉപയോഗിക്കുമ്പോഴേക്കും അത് പറ്റില്ല. അതുപോലെ കിച്ചൺ ടവലും കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷേ കുറച്ചും കൂടിയും എനിക്ക് ഹാപ്പി തരുന്നത് ഞാൻ ഈ നമ്മുടെ മുണ്ടുകളൊക്കെ പുഴുങ്ങിയിലക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, പഴയതൊക്കെ ഞാൻ പുഴുങ്ങിയിലക്കി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനത്തെ തുടയ്ക്കണ ആവശ്യങ്ങൾക്ക്, നല്ല ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ നല്ല കറക്റ്റായിട്ട് മുറിക്കണം. അപ്പം ഞാൻ ചേട്ടനെ കൊണ്ട് മുറിപ്പിക്കില്ല കേട്ടോ. ചേട്ടനെന്ന് വെച്ചാൽ വേഗം മുറിച്ച് തരും, പക്ഷേ ഞാൻ ഇത്തിരി പതുക്കെ ചെയ്യുള്ളൂ, പക്ഷെ അത് ഇത്തിരി ശ്രദ്ധിച്ച് മുറിക്കണം. അത് കാരണം കൊണ്ട് ഞാൻ തന്നെ മുറിച്ചെടുത്തു. അപ്പം അങ്ങനെ ഈ ആഴ്ചത്തോടുകൂടി 20 കിലോ അച്ചാറായി. അപ്പോൾ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിലൊക്കെ കൂട്ടുകാർക്ക് എനിക്ക് തരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. മീനച്ചാറിന് 10 ദിവസമൊക്കെ ഇരുന്നാൽ മതി കേട്ടോ, പാകമാവും. അപ്പോൾ രണ്ടും കൂടിയും അയച്ചു തരാം. പിന്നെ ഇതിൻ്റെ കൊറിയർ ചാർജിൻ്റെയും കൊറിയറിൻ്റെയൊക്കെ കാര്യങ്ങളും അതേപോലെ മീനച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ ബുധനാഴ്ച രാവിലെ വരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പിന്നെ 70K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക്. ഒരുപാട് സന്തോഷം കേട്ടോ. എന്താ പറയുക, അത് 1 ലക്ഷം ആകുമ്പോഴാണ് കുറച്ചും കൂടി ഹാപ്പി ആവുക അല്ലേ. പെട്ടെന്ന് തന്നെ ആവുമെന്ന് വിചാരിക്കുക. അങ്ങനെ എൻ്റെ അച്ചാർ അരിയലും പിന്നെ ഞാനിത് ഇത്തിരി ഉപ്പ് പുരട്ടി ഭരണിയിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ സ്റ്റീൽ പാത്രത്തിൻ്റെ കളർ മാറിയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ മൺചട്ടിയിൽ അല്ലെങ്കിൽ ഭരണിയിലൊക്കെയാണ് നമ്മൾ പുളിയുള്ള സാധനങ്ങൾ വെക്കാമല്ലോ. മൺചട്ടി അത്ര വലുപ്പമുള്ളത് എൻ്റെ കയ്യിലില്ല, ഭരണി പിന്നെ ഉണ്ട്. ഇപ്പോൾ 2-3 ഭരണിയായിട്ടാണ്. ഭരണി വാങ്ങിച്ച് ഇങ്ങനെ അധികം കൂട്ടാൻ പറ്റില്ല, എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് അത്ര പോരാ. പിന്നെ പതുക്കെ നമ്മൾ കയറുമ്പോൾ നല്ല ഭരണികളൊക്കെ വാങ്ങിക്കാം. പക്ഷേ അച്ചാർ കമ്പനികളിലൊക്കെ പ്ലാസ്റ്റിക് ഡപ്പയിലാണ് കണ്ടേക്കണ്. എന്താണെന്നറിയില്ല. എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇതൊക്കെ ഞാൻ 2 ഭരണിയിലായിട്ട്, ഈ ഭരണിയിൽ കൊണ്ടില്ല, പിന്നെ ഒരു ചെറിയ ഭരണി നമ്മുടെ വീട്ടാവശ്യത്തിന് പണ്ട് ഉപയോഗിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് ഇതൊക്കെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ.